അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ പത്തനംതിട്ടയിലുള്ള പീഡന പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞു. അപ്പോ പോലീസുകാർ കൊണ്ടുപോയിട്ട് പിള്ളേരൊക്കെ തല്ലി ചതച്ചു. അതൊക്കെ ഉണ്ടായി. ഏത് ഈ പെൺകുട്ടി പറഞ്ഞ ആൺപിള്ളേരെ. അപ്പൊ അതിനോടനുബന്ധിച്ച് നമ്മുടെ രാഹുൽ ഈശ്വർ ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞൊരു കാര്യമുണ്ട്. അതൊന്ന് കേട്ടോക്കാൻ തന്നെ. നിർബന്ധമായിട്ട് ഈ പോലീസുകാർക്കെതിരെ ആക്ഷൻ എടുക്കണം. ഇവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണം. അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയെ കണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് പോവുകയും അതിന് കോമ്പൻസേഷൻ ഈ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് 20 വയസ്സായ പയ്യന്, വയ്യാത്ത പയ്യന്, നിങ്ങൾ ഒരു നിമിഷത്തേക്ക് ആലോചിച്ച് നോക്കൂ, എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലും. 20 വയസ്സായ പയ്യനാണ്, വയ്യാത്ത പയ്യനാണ്. എനിക്ക് പറയാൻ തന്നെ മടിയാണ്. പക്ഷെ എന്തെങ്കിലും, പ്രത്യേകിച്ച് അവന്റെ അമ്മയെ കൂടെ കണ്ടിട്ട് വന്നിരിക്കുകയാണ്, കഷ്ടകാലത്തിന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലും. ഇവിടെയാണ് നമുക്ക് എല്ലാ വീട്ടിലും ഇതേപോലെ മക്കളിൽ ഈ കാര്യം മാത്രം ഓർക്കുക. നമ്മുടെ മകൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. പ്രത്യേകിച്ച് പോക്സോ ഒക്കെ വന്നാൽ മിനിമം 90 ദിവസം കിടക്കും. ഈ കേസിൽ തന്നെ എല്ലാ ബഹുമാനത്തോടെ പറയട്ടെ, ഈ പെൺകുട്ടി കുറച്ചുകൂടെ ചെറുതായിട്ട് മാറ്റിയാണ് ആ പരാതി കൊടുത്തിരുന്നെങ്കിൽ, അതായത് ശാരീരികമായി ഉപദ്രവിച്ചു എന്നോ മൊളസ്റ്റ് ചെയ്തു എന്നോ കയറി പിടിച്ചു എന്നോ വല്ലതാണ് പരാതി കൊടുത്തിരുന്നെങ്കിൽ ഇവർ 90 ദിവസത്തോളം ജയിലിൽ കിടക്കുക. കേരളത്തിൽ ആണായിട്ട് ജനിക്കുന്നത് ശാപമായി മാറുന്ന ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഈ പരാതിയെ നിങ്ങൾ ആലോചിച്ചാൽ, ഇപ്പം വൈദ്യ പരിശോധനയിലൂടെയാണല്ലോ പോലീസ് തെളിയിച്ചത്. ഈ പെൺകുട്ടി കുറച്ച് പരാതി മാറ്റി. ഇപ്പൊ 13 വയസ്സേ ഉള്ളൂ. കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധിയും ചാറ്റ് ജിപിടിയോടൊക്കെ ചോദിച്ച് ഈ പരാതി ചെറുതായിട്ട് മാറ്റി എന്നെ കയറി പിടിച്ചു, മൊളസ്റ്റ് ചെയ്തു, ശരീരത്തിൽ അവിടെ ഇവിടെയും തൊട്ട് ഉപദ്രവിച്ചു. ഇതാണ് സ്ഥിരം പരാതികൾ വരുന്നത്. ഇങ്ങനെയാണ് ആൾക്കാരെ കൊടുക്കുന്നത്. കാര്യം അപ്പം വൈദ്യ പരിശോധനയെ തെളിയിക്കാൻ കഴിയില്ല. അങ്ങനെയായിരുന്നു ഈ കുട്ടി പരാതി കൊടുത്തിരുന്നെങ്കിൽ നേരെ തിരിച്ച് പോലീസിന് തെളിയിക്കാൻ പറ്റില്ല. പ്രായപൂർത്തിയായ ഒരു 90 ദിവസം ജയിലിൽ കിടക്കും. ഈ പയ്യന്മാർക്ക്, സ്കൂളിൽ പഠിക്കുന്നവർക്ക് അറസ്റ്റ് ഉണ്ടാവും. ഒരുപക്ഷെ അവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കും. അവരുടെ ജീവിതം പോയി. നിങ്ങൾ അവിടെയാണ് മനസ്സിലാക്കുക, അവരുടെ ജീവിതം പോയി. അപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോ ഒരു 90% കാരണം ഞാൻ പൂർണ്ണമായി യോജിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു 10% പറഞ്ഞ പോലെ പുരുഷന്മാർ കേരളത്തിൽ ജനിക്കുക എന്നുള്ളത് ഒരു ശാപമാണ്. അങ്ങനത്തെ ഒരു ടോക്കിനോട് ഞാൻ യോജിക്കണില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പുരുഷന്മാരെ വിക്റ്റിമായിട്ട് കാണുന്ന ആ ഒരു ഏർപ്പാട് എനിക്ക് താല്പര്യം. കാരണം പുരുഷന്മാരെ എപ്പോഴും സ്ത്രീകളായിട്ട് ഈക്വൽ സ്ത്രീകളുടെ പോലെ വിക്റ്റിമായിട്ട് കാണാൻ പുരുഷന്മാരെ സാധിക്കില്ല. അങ്ങനെ കാണണമെങ്കിൽ അത് വീക്കായിട്ടുള്ള പുരുഷന്മാരായിരിക്കും. അതൊരു എന്താ പറയാ, ആണത്തത്തിന് ദോഷം. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവ് അല്ല, ആ ഒരു ഘടകം മാത്രം എനിക്ക് യോജിപ്പില്ല. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പൊ രാഹുൽ ഈശ്വർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ നാളെ നമുക്ക് ആർക്കും ഇതുപോലത്തെ കേസുകൾ വരാം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ളവരായാലും പുറത്തുള്ളവരായാലും, അല്ലെങ്കിൽ വേറെ വൈരാഗ്യങ്ങൾ തീർക്കാനായിട്ട് ഇപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ ഇതുപോലെ അതിർത്തി പ്രശ്നം, കുടുംബ പ്രശ്നമൊക്കെ ഉണ്ടാവുമ്പോൾ ആൾക്കാര് ഈ പെൺകുട്ടികളെ വെച്ചിട്ട് ഈ വ്യാജ കേസ് കൊടുപ്പിച്ച് വേട്ടയാടാം. അപ്പൊ അങ്ങനെ പല വശങ്ങളുണ്ട്. അപ്പൊ ഇതിലെനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പണ്ടത്തെ ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ അതിന് മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു സൊസൈറ്റി അല്ല ഇപ്പൊ. പണ്ടെന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് ഇത്ര സുരക്ഷിതത്വം ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമങ്ങൾ ഇത്ര സ്ട്രോങ് അല്ല, തെളിവുകൾ എടുക്കാൻ പറ്റും. ഇപ്പൊ മൊബൈൽ ഫോണുകളില്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ CCTV ക്യാമറ തുടങ്ങി, അല്ലെങ്കിൽ ഒരാൾ കോൾ ചെയ്ത റെക്കോർഡ് തുടങ്ങി, എല്ലാ തെളിവുകളുണ്ട് പറഞ്ഞ. അതുപോലെ തന്നെ നമ്മുടെ നിയമങ്ങളും പോലീസും ഒക്കെ സ്ട്രോങ് ആയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ എല്ലാം സ്ട്രോങ് ആയതുകൊണ്ട് സ്ത്രീകൾക്ക് ഒരു പരിധി വരെ പണ്ടത്തെ അത്ര പ്രശ്നങ്ങളില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? എന്നെഴുതി പൂർണ്ണമായിട്ട് സേഫ് ആണെന്നല്ല. ഇപ്പൊ ഇന്ത്യയിൽ ഞാൻ നോക്കണെങ്കിൽ കേരളത്തിൽ മാത്രമായിരിക്കും സ്ത്രീകൾക്ക് ഇത്രയ്ക്കും ഓവറായിട്ട് വോയിസ് ഉള്ളൂ. മറ്റു BJP ഭരിക്കുന്ന സ്ഥലത്തൊന്നും ഇത്ര ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെയൊക്കെ പുരുഷാധിപത്യമായിരിക്കും ഒരു പരിധി വരെ. ഇപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ കേരളത്തിലെ പുരുഷനായിട്ട് ജനിക്കാന്നുള്ള ഒരു ശാപമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ചില സംസ്ഥാനങ്ങളിൽ സ്ത്രീയായിട്ട് ജനിക്കാന്നുള്ള ഒരു ശാപമുണ്ട്. അപ്പൊ നമ്മൾ 2 വശം കാണണല്ലോ, അതൊരു സൈഡ്. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ സൊസൈറ്റി ഇതിലൂടെ സെക്യൂറാണ്. അതായത് പൂർണ്ണമായിട്ടല്ലെങ്കിലും, എസ്പെഷ്യലി കേരളമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങൾ വെച്ച് നോക്കില്ലേ, ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളം അത്ര സേഫ് അല്ലെങ്കിലും, പക്ഷെ ഇന്ത്യയില് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് ഫോർ വുമൺ കേരളം തന്നെയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ പോലീസുകാർ ആദ്യം തന്നെ പോയിട്ട് ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ പോയിട്ട് ആക്രമിക്കാൻ നിൽക്കരുത്, അല്ലെങ്കിൽ പിടിക്കാൻ നിൽക്കരുത്. ഇപ്പോൾ ശക്തമായിട്ടുള്ള തെളിവ്, ഇപ്പോൾ എന്തെങ്കിലും വീഡിയോസ് അല്ലെങ്കിൽ CCTV വിഷ്വൽസ് വ്യക്തമായ 100% വിശ്വസിക്കാവുന്ന തെളിവുണ്ടെങ്കിൽ മാത്രം കഠിനമായിട്ടുള്ള തീരുമാനത്തിൽ എടുക്കാനുള്ള പോലീസുകാർ. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഒരാൾ അക്യൂസ് ചെയ്യുമ്പോഴേക്കും നിസ്സാരമായിട്ടുള്ള സാഹചര്യ തെളിവുകൾ ഉണ്ടാവുമ്പോഴേക്കും ആളെ പോയിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ പിള്ളേർ കാൽ തല്ലി ഓടിക്കുക, അല്ലെങ്കിൽ മുടി പിടിച്ചു വലിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ തല്ലി ചതയ്ക്കുക, അതൊന്നും ചെയ്യരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പോക്സോ കേസുകളും അല്ലെങ്കിൽ പീഡന പരാതികളൊക്കെ ഇനി സ്ത്രീകൾക്ക് ആയുധമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ കേരളവും അല്ലെങ്കിൽ വികസിതമായിട്ടുള്ള രാജ്യങ്ങൾ നിൽക്കുന്നത്. പറഞ്ഞ മനസ്സിലായി? ഇപ്പൊ നമ്മുടെ ട്രംപ് അമേരിക്കയിൽ ജയിക്കാണ്ടായ ഒരു കാരണം തന്നെ കൂടുതൽ സ്ത്രീപക്ഷത്തോട്ട് പോയി പുരുഷന്മാരെ വേട്ടയാടി ട്രംപ് ജയിച്ചു. പറഞ്ഞ മനസ്സിലായി? അതായത് ട്രംപ് ജയിക്കാണ്ടായ പല കാരണങ്ങളിൽ ഒരു കാരണം പറഞ്ഞ മനസ്സിലായി? ഇപ്പൊ അതുപോലെ തന്നെ ഈ ഫെമിനിസ്റ്റുകളോട് എനിക്ക് പറയാനുള്ളത്, അതായത് നിങ്ങള് ഇപ്പൊ ഒരു സ്ത്രീകൾക്കൊരു ഇഷ്യൂ ഉണ്ടാവുമ്പോ, അല്ലെങ്കിൽ ഇപ്പൊ രാഹുൽ ഈശ്വറും ഫെമിനിസ്റ്റുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, രാഹുൽ ഈശ്വർ ഒരു കാര്യം പറയുമ്പോ 2 സൈഡും വ്യക്തമായിട്ട് പറയും.
അല്ലെങ്കിൽ 100% നിഷ്പക്ഷത ഇല്ലെങ്കിലും പക്ഷെ ഒരു പരിധി വരെ ന്യൂട്രൽ ആയിട്ട് നിൽക്കാൻ ശ്രമിക്കും. ഇപ്പോ പുരുഷന്മാരെ ഒരു സ്ത്രീ വ്യാജാരോപണം കൊടുത്താലും സ്ത്രീയെയും സപ്പോർട്ട് ചെയ്തും പറയും അതിന്റെ വസ്തുതകൾ. പക്ഷെ ഫെമിനിസ്റ്റുകൾ ഞാൻ കണ്ടേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യും, പക്ഷെ അത് വളരെ ചെറിയ ശതമാനമായിരിക്കും. അവര് പുരുഷന്മാരെ ആക്ഷേപിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുക. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഫെമിനിസ്റ്റുകളുടെ ഈ പ്രസ്താവനകളും അല്ലെങ്കിൽ ഓവർ സപ്പോർട്ടും അല്ലെങ്കിൽ ഓവർ പുരുഷ വിരോധം ആയിട്ടുള്ള മെന്റാലിറ്റിയും കാണുമ്പോൾ എസ്പെഷ്യലി എല്ലാ ഫെമിനിസ്റ്റുകളും അല്ലെങ്കിലും ഒരു ഭൂരിഭാഗം ഫെമിനിസ്റ്റുകളും ഞാൻ കണ്ടത് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന പുതുതലമുറയിലുള്ള പെൺകുട്ടികൾക്ക് അതൊരു ആയുധവും നാളെ പുരുഷന്മാരെ ആക്രമിക്കാനായിട്ടുള്ള ഒരു ആയുധമായി മാറും ആ ഒരു ഊർജ്ജം. ഞാൻ പറഞ്ഞ മനസ്സിലായ? അപ്പൊ അവിടെ ഒരു പ്രശ്നം, അതായത് ഇപ്പൊ രാഹുൽ ഈശ്വറിന്റെ നിലപാടുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% യോജിപ്പില്ലെങ്കിലും പക്ഷെ ഒരു പരിധി വരെയൊക്കെ അവൻ എടുക്കണേൽ ഇപ്പൊ കേരളത്തില് ഇത്രയ്ക്ക് നിഷ്പക്ഷമായിട്ട് ഇത്രയെങ്കിലും 100% അല്ലെങ്കിലും ഇത്രയെങ്കിലും നിഷ്പക്ഷമായിട്ട് ഈ സ്ത്രീ പുരുഷ പ്രശ്നങ്ങൾ വരുമ്പോഴായാലും പൊളിറ്റിക്കൽ പ്രശ്നം വരുമ്പോഴായാലും ഇത്രയ്ക്കെങ്കിലും നിഷ്പക്ഷമായിട്ടുള്ള നിലപാട് എടുക്കുന്ന ഒരാള് രാഹുൽ ഈശ്വറായിട്ടാണ് എനിക്ക് തോന്നണേ എന്റെ ഒരു നിഗമനത്തില്. ബാക്കി എല്ലാവർക്കും പക്ഷം ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലാവരും ഒരു സൈഡോട് ചായലുണ്ട്. ഇപ്പൊ പൊളിറ്റിക്കൽ കാര്യം എടുത്ത് കഴിഞ്ഞാൽ രാഹുൽ ഈശ്വറിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ആള് CPM എതിർക്കും സപ്പോർട്ട് ചെയ്യും, BJP എതിർക്കും സപ്പോർട്ട് ചെയ്യും, കോൺഗ്രസിനെ എതിർക്കും സപ്പോർട്ട് ചെയ്യും. ഓഫ്കോഴ്സ് ആൾക്കൊരു വ്യക്തമായ രാഷ്ട്രീയം ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ ഒരു പരിധി വരെ നിഷ്പക്ഷമാണ്. പറഞ്ഞ മനസ്സിലായില്ല? അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ കേരളത്തിൽ വേണം. ഫെമിനിസ്റ്റുകളുടെ വ്യാജ കാപഢ്യമായിട്ടുള്ള സ്ത്രീ സംരക്ഷണം അല്ല വേണ്ടത്. ഇപ്പൊ ഫെമിനിസ്റ്റുകളും വേണം, ഓഫ് കോഴ്സ് ഈ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണമൊക്കെ തടയാൻ വേണം. പക്ഷെ ഇപ്പോഴത്തെ ഒരു മോഡേൺ സൊസൈറ്റിയിൽ പുരുഷന്മാര് വേട്ടയാടലിൽ കൂടുതലാണ്. അപ്പൊ ഫെമിനിസ്റ്റുകൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുരുഷന്മാർക്കെതിരെ വ്യാജ പരാതികൾ കൊടുക്കുമ്പോ സ്ത്രീകളെ വിമർശിച്ച് വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ മുന്നോട്ട് വന്ന് സ്ത്രീകളോട് പറയണം ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞില്ലെങ്കിൽ എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോയി അവസാനം എന്തുണ്ടാവും? ഇപ്പൊ കമന്റ് ബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു പീഡന പരാതി വരുമ്പോൾ അതിന്റെ അടിയിൽ എല്ലാവരും സ്ത്രീകളെ ആക്ഷേപിച്ചു തുടങ്ങി. പുരുഷന്മാരുടെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഗണ്യമായി കുറച്ചു. അത് സ്ത്രീകളുടെ ഭാഗത്ത് ഇപ്പൊ അമ്മമാരും ഇപ്പൊ രാഹുൽ ഈശ്വർ പറയേണ്ട ഏതാണ്ട് അമ്മമാർക്ക് അവനെ വിളിച്ച് സപ്പോർട്ട് അറിയിച്ചു നോക്കുക. കാരണം ഇപ്പൊ എന്റെ വീട്ടിൽ അമ്മയുണ്ട്. അതായത് ഇപ്പൊ ഈ എല്ലാ വീട്ടിലുള്ള പുരുഷന്മാർക്ക് ഇതൊരു പ്രശ്നമാണ്. ഇപ്പൊ നാളെ ഒരു ബസ്സിന് ഒരു സ്ത്രീയുടെ അടുത്തിരിക്കാൻ വരെ പേടിയ ആൾക്കാര്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു വീട്ടിലായാലും എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോ ഇപ്പൊ നാളെ പോയിട്ട് ഒരു പെൺകുട്ടി പോയിട്ട് വ്യാജ കേസ് കൊടുത്ത് പെട്ടില്ലേ? പറഞ്ഞ മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് തന്നെ ഫെമിനിസ്റ്റുകൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിന്റെ രണ്ടു വശം കാണാൻ ശ്രമിക്കുക. പുരുഷന്മാരെ അതുപോലെ തന്നെ എനിക്ക് പുരുഷന്മാരോടും പറയാണ്ട്, ഇപ്പോ ഈ ടോക്സിക് ആയിട്ടുള്ള ഫെമിനിസ്റ്റുള്ള പോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള പുരുഷ, ഇപ്പോ രാഹുൽ ഈശ്വർ അല്ലാണ്ട് ഒരാളുണ്ടല്ലേ പുരുഷ കമ്മീഷൻ കേരളത്തിൽ, അയാൾ എനിക്ക് വലിയ യോജിപ്പില്ല. കാരണം ആള് അടച്ച് സ്ത്രീകളെ ആക്ഷേപിക്കും. അങ്ങനെ ചെയ്യരുത്. അതായത് സ്ത്രീകളെയും ആക്ഷേപിക്കരുത്, പുരുഷന്മാരെ ആക്ഷേപിക്കരുത്. ഇപ്പൊ ഫെമിനിസ്റ്റുകൾ പുരുഷന്മാരെ ആക്ഷേപിക്കരുത്, പുരുഷപക്ഷമാണ് ആൾക്കാർ സ്ത്രീകളെ ആക്ഷേപിക്കരുത്. അതിന് പകരം നിങ്ങൾ ഒരു പരിധി വരെ നിഷ്പക്ഷത കീപ്പ് ചെയ്തിട്ട് വസ്തുതയുടെയും ന്യായത്തിനൊപ്പം നിൽക്കണം. പറഞ്ഞ മനസ്സിലാക്കാം? അപ്പൊ ഫെമിനിസ്റ്റുകൾ മനസ്സിലാക്കുക, നിങ്ങള് ഈ ഓവറായിട്ട് സ്ത്രീപക്ഷം പറഞ്ഞ് അല്ലെങ്കിൽ ഇടത് ചിന്താഗതിയിൽ എക്സ്ട്രീം ലെഫ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ നിങ്ങളെ വിലയില്ലാണ്ടാവും. പിന്നെ ശരിക്കുള്ള സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ വരെ ആൾക്കാർ വില വെക്കാണ്ടും ശരിക്കും നീതി കിട്ടേണ്ട സ്ത്രീകൾക്ക് നീതി കിട്ടാണ്ടും പോകും. പറഞ്ഞ മനസ്സിലായ? അപ്പൊ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒപ്പം തന്നെ വേറൊരു പൊളിറ്റിക്കൽ കാര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷത്തോടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓവറായിട്ട് സ്ത്രീപക്ഷം പറഞ്ഞു എന്തുണ്ടായെന്ന് വെച്ചൊരു റൈറ്റ് ഒരു പുരുഷപക്ഷം വളർന്നുകൊണ്ടിരിക്കുക. അത് കോൺഗ്രസ് ആയിട്ടല്ല വരാം, അത് BJP എന്ന ശക്തിയായിട്ടാണ് വരാം. അപ്പൊ നിങ്ങളുടെ ഹിന്ദു വോട്ട് പോവും, നിങ്ങളുടെ പുരുഷ വോട്ട് പോവും, എല്ലാം കൊണ്ടും പ്രശ്നമാണ്. അപ്പൊ ശ്രദ്ധിച്ച് കാര്യങ്ങൾ നീക്കിയില്ലെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ വലിയ വലിയ രാഷ്ട്രീയമായിട്ടും അല്ല സാമൂഹികമായിട്ടുള്ള ഈ കയറ്റിറക്കങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? ഈ സമൂഹം ഡേഞ്ചറിലോട്ട് പോകില്ല അങ്ങനെ പോലും. കാരണം ഒരു വലിയ വിഭാഗം ഓഫ് കേരളത്തിലെ ജനതയും ഈ പറഞ്ഞ പോലെ പുരുഷനും ആക്ഷേപിക്കില്ല, സ്ത്രീ ആക്ഷേപിക്കുക. അതൊരു നിഷ്പക്ഷ നിലവാരത്തിലാണെന്ന് എനിക്ക് മനസ്സിലായ കാര്യം. അതായത് ഇപ്പൊ ലെഫ്റ്റും അല്ല റൈറ്റും അല്ല, ഒരു സെൻട്രൽ റൈറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ലെഫ്റ്റ് എന്നുള്ള രീതിയിലാണ് കേരളം ഇപ്പൊ നിൽക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ അത് മാറാണ്ടിരിക്കണമെങ്കിൽ ഈ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും.